ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സോളോ ലെവലിംഗ് സീസൺ 2 എപ്പിസോഡ് 4ന്റെ ചെറിയൊരു വിവരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പ്രീവിയസ് എപ്പിസോഡിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ഗേറ്റ് ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മുടെ സംഗീമോ ഒറ്റയ്ക്ക് ഡഞ്ചൻ ക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതും നമ്മുടെ നായകന്റെ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഒക്കെയാണ് കാണുന്നത്. 10 കൊല്ലം ഗേറ്റിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരുന്ന ആള് തിരിച്ചെത്തുകയും മൂപ്പരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അവിടെ വെച്ചുണ്ടായ ഫൈറ്റ് നമ്മൾ മൂന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടാണ്. അപ്പൊ അതാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡ് കണ്ട പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഈ ഒരു എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ഡഞ്ചൻ കംപ്ലീറ്റ് ചെയ്യാതെ 75 ഫ്ലോർ മാത്രം കയറിയിട്ട് തിരിച്ചിറങ്ങിയ 100 ഫ്ലോർ ഉണ്ടായിരുന്നു. അതിൽ 75 ഫ്ലോർ മാത്രം കയറി തിരിച്ചിറങ്ങി. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് സോഴ്സിലൊക്കെ കൂടിയാണ്, അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇറങ്ങിയാണ്. എലിക്സർ ഓഫ് ലൈഫ് 3 ഉണ്ടായിരുന്നു, അതിൽ 2 മാത്രമേ ഇപ്പൊ കളക്ട് ചെയ്തിട്ടുള്ളൂ. മൂന്നാമത്തെ കൂടെ കളക്ട് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത് കളക്ട് ചെയ്യണമെങ്കിൽ സഞ്ജീവു കുറച്ചുകൂടെ പവർഫുൾ ആവേണമെന്ന്. ഇപ്പോഴും പവർഫുൾ ആണെങ്കിലും അത് ഇനി കംപ്ലീറ്റ് ബാക്കിയുള്ള 25 ഫ്ലോറും കൂടെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടെ പവർഫുൾ ആവേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ നായകൻ ഡഞ്ചനിൽ നിന്ന് തിരിച്ചിറങ്ങി. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് റാങ്കിങ് അസോസിയേഷനിൽ പോയി തന്റെ റാങ്ക് പുതുക്കണം. ഇപ്പോഴും ലോകത്തിന് സഞ്ജിങ് ഒരു ഇ റാങ്ക് ഹണ്ടർ മാത്രമാണ്. ഈ എപ്പിസോഡിന്റെ പേര് എന്ന് തന്നെ പറയുന്നത് ഐ നീഡ് ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്നാണ്. അപ്പോ മൂപ്പറുടെ പവർ ഇപ്പൊ നല്ല രൂപത്തിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇ റാങ്ക് ഹണ്ടർ അല്ല, പക്ഷെ റാങ്കിങ് അസോസിയേഷനിൽ തന്നെ ഇത് പുതുക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ റാങ്ക് എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം റാങ്കിങ് അസോസിയേഷനിൽ എത്തുകയും തന്റെ റാങ്ക് പുതുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഒരുപാട് സഞ്ജീവിനെ പോലെ ഒരുപാട് ഹണ്ടേഴ്സ് അവിടെ ഉണ്ട്. ഒരുപാട് സി റാങ്ക്, ബി റാങ്ക്, ഒരുപാട് പേരുണ്ട്. അങ്ങനെ സഞ്ജീവ് റാങ്ക് പുതുക്കാൻ വേണ്ടി അകത്ത് കയറി അദ്ദേഹത്തിനോട് ഒരു ബ്ലാക്ക് ബോളിലേക്ക് ടച്ച് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. കൈപ്പത്തി ടച്ച് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. വെക്കുമ്പോഴേക്കും മിഷൻ എറർ ആവുന്നുണ്ട്. അപ്പൊ എത്ര നോക്കിയിട്ടും 2-3 തവണ ട്രൈ ചെയ്തിട്ടും മിഷൻ എറർ ആയിട്ടാണ് കാണുന്നത്. അങ്ങനെ അവിടുത്തെ ഡയറക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് മിഷന്റെ എറർ അല്ല, അദ്ദേഹത്തിന്റെ പവർ, നമ്മുടെ നായകൻ സഞ്ജിങ്ങുടെ പവർ മിഷന് താങ്ങാൻ പറ്റുന്നതിലും അധികമായതുകൊണ്ടാണ് മിഷൻ എറർ കാണിച്ചത്. ദാറ്റ് മീൻസ് ഈ ഈസ് എ എസ് റാങ്ക് ഹണ്ടർ. അതായത് എസ് റാങ്ക് ഹണ്ടേഴ്സിന്റെ പവർ ഇതിനകത്ത് ഈ മിഷന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് സഞ്ജിങ് ഒഫീഷ്യലി ഒരു എസ് റാങ്ക് ഹണ്ടർ ആണെന്ന് അസോസിയേഷൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് എസ് റാങ്ക് ഹണ്ടറിന്റെ ലൈസൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോ അത് കിട്ടിയാൽ മാത്രമേ അദ്ദേഹം എസ് റാങ്ക് ഹണ്ടർ ആകത്തുള്ളൂ. ഈ സമയങ്ങളിൽ നമ്മുടെ വൈറ്റ് ടൈഗർ ഗിൽസിന്റെ ആൾക്കാർ അസോസിയേഷന്റെ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഓൾറെഡി സഞ്ജീവിന്റെ പവർ അവർ കണ്ടതാണ്. പവർ കണ്ടതാണെന്ന് വെച്ചാൽ റെഡ് ഗേറ്റ് ഇൻസിഡന്റിൽ അവർ പുറത്തുണ്ടായിരുന്നു. സഞ്ജീവ് ഒരു സാധാരണ ഹണ്ടർ അല്ല, മിനിമം ഒരു ഏറാൻ ഹണ്ടർ എങ്കിലും ആകുമെന്നാണ് അവരുടെ പ്രതീക്ഷ. അവരുടെ ഗിൽഡിലേക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ട് സഞ്ജീവിനെ അവർ നോട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ സഞ്ജീവും പുറത്തു വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ബിൽഡിങ്ങിന്റെ പുറത്ത് ജിൻജിനോയും ജോയിനും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് അവിടെ നടക്കുന്നത്. കാരണം റെഡ് ഗേറ്റ് ഇൻസിഡന്റിനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. കാരണം ഈ ജോയിന് സഞ്ജീവിനെ പറ്റി നേരത്തെ ഒരു സൂചന ലഭിച്ചിരുന്നു. കാരണം മുമ്പ് നടന്ന ഡഞ്ചൻ ക്വസ്റ്റിലും ഈ റെഡ് ഗേറ്റ് ഇൻസിഡന്റിലും സഞ്ജീവിയുടെ പ്രസൻസ് ഉണ്ട്. ആരാണ് ഡഞ്ചൻ കംപ്ലീറ്റ് ചെയ്തതെന്ന് ഇപ്പോഴും ഒരു ദുരൂഹത മാത്രമാണ്. അപ്പോഴായിരിക്കും ബിൽഡിങ്ങിന്റെ അകത്ത് ഒരുപാട് ഒച്ചപ്പാടും ബഹളവും ആൾക്കൂട്ടൊക്കെ കാണുന്നത്. ഇവർ രണ്ടുപേരും സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അകത്തോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും സഞ്ജീവും ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തു വന്നിട്ടുണ്ട്. കാരണം ഒഫീഷ്യലി എസ് റാങ്ക് ഹണ്ടർ ആയിരിക്കുന്നുള്ള വിവരം അവിടെ ഉള്ളവരെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ രാജ്യത്തെ 10ാമത്തെ എസ് റാങ്ക് ഹണ്ടർ ആയിരിക്കുകയാണ് ഒഫീഷ്യലി ഇപ്പോ സഞ്ജിങ്. അപ്പോ എസ് റാങ്ക് ഹണ്ടർ ആയ സ്വാഭാവികമായിട്ടും മറ്റ് ഗിൽഡ് സഞ്ജീവിനെ ക്ലെയിം ചെയ്തിട്ടില്ല. അതായത് ഗിൽഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജോയിന് സഞ്ജീവിനെ തന്റെ ഗിൽഡിലേക്ക് ക്ഷണിക്കുകയുണ്ട്. പക്ഷെ അത് മൈൻഡ് പോലും ചെയ്യാതെ സഞ്ജീവ് പുറത്തു പോവുകയാണ് ഉണ്ടായത്. അതേസമയം വൈറ്റ് ടൈഗർ ഗിൽഡിന്റെ പ്രസിഡന്റ് അവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കണ്ടതോടുകൂടി ജോയിൻ ആകെ അടിച്ചു. കാരണം എല്ലാ ഗിൽഡ് മെമ്പേഴ്സും ഇപ്പൊ സഞ്ജീവിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പെടാപ്പാടിലാണ്. അതോടുകൂടി ജോയിന് സഞ്ജീവിനെ എങ്ങനെയെങ്കിലും തന്റെ ഗിൽഡിലേക്ക് റിക്രൂട്ട് ചെയ്തേ പറ്റൂ എന്നുള്ള തീരുമാനത്തിൽ എത്തിപ്പെടുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് സഞ്ജീവും അമ്മയും ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതാണ്. ഇപ്പോഴും സഞ്ജീവിന്റെ അമ്മ കോമയിൽ കിടക്കുകയാണ്. അമ്മയെ ക്യൂർ വേണമെങ്കിൽ എലിക്സർ ഓഫ് ലൈഫിന്റെ 3ാമത്തെ ഐറ്റം കൂടി കിട്ടിയേ പറ്റുള്ളൂ.
ഈ സീനിൽ ഞാൻ ചെറുതായെങ്കിലും സഞ്ജീവിന്റെ അച്ഛൻ അവിടെ ഉണ്ടാകും അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വരുമോ എന്ന് ഞാൻ പ്രതീക്ഷിച്ച്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല. സാധാരണ സഞ്ജീവ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകാൻ നേരം ഹണ്ടർ അസോസിയേഷൻ പ്രസിഡന്റ് ഗുൻഹു കാണുകയും അവരുമായിട്ടുള്ള സംസാരമാണ് പിന്നീട് ഉണ്ടാകുന്നത്. ഗുൻഹു സഞ്ജീവിനെ തന്റെ ഗിൽഡിലോട്ട് ചേരണമെന്ന് ആവശ്യപ്പെടുകയും മറ്റുള്ള ഗിൽഡിലോട്ട് ചേർന്നാൽ ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ആ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നത് കാരണം തന്റെ ഗിൽഡിലോട്ട് ചേരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം പക്ഷെ സഞ്ജീവിന് ഇത് ബഹുമാനപൂർവ്വം നിരസിക്കുകയും തനിക്ക് ചേരാൻ താല്പര്യമില്ല എന്ന് മൂപ്പരോട് പറയുകയാണ്. പക്ഷെ എനിക്ക് മാജിക്കൽ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടതുണ്ട്, ചേരാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് ഉണ്ടായത്. ഇത് കേട്ട് നമ്മുടെ ഗുൻഹി ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത്. എസ്രാങ് ഹണ്ടർ പോലും മാജിക്കൽ ബീസ്റ്റുമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ 2 വട്ടം ആലോചിച്ചെന്നിരിക്കും. പക്ഷെ അത്ര സീരിയസ്നെസ്സോടുകൂടി ഒരു ഭയവുമില്ലാതെ ജിൻഹുവിന്റെ റിപ്ലൈ കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ജിൻഹു ഞെട്ടിപ്പോയി. ഇത് കഴിഞ്ഞ് അങ്ങ് അമേരിക്കയിലെ സീനാണ് കാണിക്കുന്നത്. നമ്മുടെ വാങ്ഹുവിനെ അടിച്ച് പഴിവാക്കി ഹോസ്പിറ്റലിൽ കിടത്തിയതെന്നാണ് നമ്മുടെ ജിൻഹുവിന്റെ അച്ഛൻ. പക്ഷെ അച്ഛന് വന്ന് ചോദിക്കുന്നുണ്ട്, നിന്നെ അടിച്ചിട്ടത് മാജിക്കൽ ബീസ്റ്റ് തന്നെയാണോ അതോ മനുഷ്യനാണോ? പക്ഷെ മനുഷ്യനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവന് വലിയ നാണക്കേടായതുകൊണ്ട് ആ മാജിക്കൽ ബീസ്റ്റ് തന്നെയാണ് പറയുന്നത്. ഹോങ്ങിന് മനസ്സിലായി അതൊരു മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഹോങ് അത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഹോങ്ങിന് ഒരു മനുഷ്യനായ ഹണ്ടർ തന്നെ തോൽപ്പിച്ചെന്ന് പറഞ്ഞാൽ, എസ്രാങ് ഹണ്ടറായ തന്നെ തോൽപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയൊരു നാണക്കേടായതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം അത് പുറത്തു പറയാൻ കൂട്ടാക്കില്ല. ഇതേ സമയങ്ങളിൽ നമ്മുടെ നായകൻ സഞ്ജീവ് ഹോ ഒരു എസ്രാങ് ഹണ്ടറിന് വേണ്ടിയുള്ള എക്യുപ്മെന്റ്സ് തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊരു ഹാൻഡ് മെയ്ഡ് എക്യുപ്മെന്റ്സ് ആണ്. പക്ഷെ അത് ഓൺലൈനിൽ കിട്ടണമെങ്കിൽ നല്ല വിലയാണ്. ഒരു ഒഫീഷ്യലി എസ്രാങ് ഹണ്ടർ ആയാലും അതിന്റെ ഡോക്യുമെന്റ് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും പുറം ലോകത്ത് ഒരു ഇറാൻ ഹണ്ടർ ആയിട്ട് തന്നെയാണ് സഞ്ജീവ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു ഇറാൻ ഹണ്ടർ ഇത്രയും വലിയ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരിൽ സംശയം ഉണ്ടാക്കുന്ന കരുത്തിൽ തന്റെ കയ്യിലുള്ള ക്രിസ്റ്റൽ വെച്ച് സഞ്ജീവിന് അത് എളുപ്പത്തിൽ വാങ്ങാന്നുള്ളൂ. പക്ഷേ അത് ആൾക്കാരിൽ സംശയം ജനിപ്പിക്കുമെന്ന് കരുതി അത് വാങ്ങിച്ചില്ല. അങ്ങനെ അത് പിന്നെ സഞ്ജീവ് ഹു ഒരു മൈനിങ് ടീമിനോടൊപ്പം ചേരാൻ തീരുമാനിക്കുകയും അങ്ങനെ മൈനിങ് ടീമിനോടൊപ്പം ചേർന്ന് ഏറാങ് ഡഞ്ചനിൽ ക്രിസ്റ്റൽ മൈൻ ചെയ്യാൻ ആ ടീമിനോടൊപ്പം ചേരുകയുണ്ടായി. ഏറാങ് ഡഞ്ചനിലെ ഡീമനെ കൊല്ലാൻ ഒരു ടീം, ആ ഡീമൻസിനെ കളക്ട് ചെയ്യാൻ ഒരു ടീം, ആ ഡഞ്ചനിലെ ക്രിസ്റ്റൽ കളക്ട് ചെയ്യാൻ ഒരു ടീം, അങ്ങനെ 3 ടീമായിട്ടാണ് ഈ ഡഞ്ചൻ പോകുന്നത്. ഭീമനെ കൊല്ലുന്നതും തകർക്കുന്നതും ഒക്കെ മറ്റേ ഗിൽഡിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള എസ്രാങ് ഹണ്ടർ ജോയിന്റെ കൂടെ വേറെ എസ്രാങ് ഹണ്ടറായ ചോഹെയിനും കൂടെ ഉണ്ട്. ഇവിടെ വന്നതിന്റെ പ്രധാന കാരണം ഈ ഡഞ്ചൻ എങ്ങനെയാണെന്ന് കാണുകയും വേണം, ഡഞ്ചനിലെ ബോസിനെ ഒന്ന് കാണുകയും വേണം. പറ്റിയാൽ ബോസിനെ ഡിഫീറ്റ് ചെയ്യണം കൂടെ ഉള്ള ഒരു തീരുമാനത്തിലാണ് സഞ്ജുങ്ങു ഈ മൈനിങ് ടീമിനോടൊപ്പം ചേർന്നേക്കുന്നത്. അങ്ങനെ ഡീമൻസിനെ എല്ലാം കൊന്ന് ക്രിസ്റ്റൽ മൈൻ ചെയ്യേണ്ട ടൈമായി. അങ്ങനെ സഞ്ജുങ്ങു മൈൻ ചെയ്യാൻ ആരംഭിച്ചു. കുറെ നേരം മൈൻ ചെയ്യാനൊക്കെ ചെയ്തു. അങ്ങനെ ലഞ്ച് ബ്രേക്ക് ആയപ്പോഴേക്കും എല്ലാവരും ലഞ്ച് ബ്രേക്കിന് പിരിഞ്ഞപ്പോൾ താൻ തളർന്നിട്ടില്ല, കുറച്ചു നേരം കൂടി താൻ മൈൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോയ തക്കത്തിന് 1.5 മണിക്കൂറിനുള്ളിൽ ബോസിനെ ഡിഫീറ്റ് ചെയ്യണമെന്നുള്ള നിശ്ചയത്തോടു കൂടി മൂപ്പര് ഡഞ്ചന്റെ അകത്തോട്ട് അങ്ങ് പോവുകയാണ് ഉണ്ടായത്. അവിടെ പോയി തീരുന്നതാണ് എപ്പിസോഡ് കഴിയുന്നത്. ഇത്രയാണ് ഈ ഒരു എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു തന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന്റെ ഇടയിൽ കുറെ കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ ഈ എപ്പിസോഡ് ഇത്രേ ഉള്ളൂ. അടുത്ത എപ്പിസോഡ് തൊട്ട് ചിലപ്പോ ആ ഡഞ്ചൻ ക്ലീൻ ആക്കുന്ന അല്ലെ ഡഞ്ചനിലെ ബോസിനെ ഡിഫീറ്റ് ചെയ്യുന്നതാണ് ചിലപ്പോ കാണാതിരിക്കാം. കാരണം ചോഹയും സഞ്ജുവിനെ തടയുന്നുണ്ട്. അടുത്ത എപ്പിസോഡിലൂടെ കാണാനേ പറ്റുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ എടുക്കും. ബൈ.